Hello friends, Assalamualaikum. Welcome back to our channel Aafi Flavour. എല്ലാവരും സുഖമായിട്ട് തന്നെ ഇരിക്കുമല്ലേ? ഉണ്ടാക്കാൻ വന്ന വെർമിസെല്ലി കൊണ്ടുള്ള ഒരു അടിപൊളി ഡിഷാണ്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ഡിഷാണ്. നിങ്ങൾക്ക് ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നമുക്ക് നൂഡിൽസൊക്കെ കഴിക്കാൻ തോന്നുമ്പോൾ കടയിൽ നിന്നൊക്കെ ഈ വെർമിസെല്ലി മേടിച്ചിട്ട് നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഹെൽത്തിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുകൂടാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് വീട്ടിലേക്ക് പോവാം. അതിനായിട്ട് എടുത്തിരിക്കുന്ന വെർമിസെല്ലി 500 ഗ്രാമിനാണ് എടുത്തിട്ടുള്ളത്. ഏത് വെർമിസെല്ലി വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് അടുപ്പിലേക്ക് ഒരു പാൻ വെച്ചിട്ട് വെള്ളം ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പും ഓയിൽ ഒഴിച്ചെടുക്കാം. ഉപ്പ് ആവശ്യത്തിനാണ്. ഓയിൽ ഇടുന്നത് നമ്മൾ പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. നമ്മളെ വെള്ളം ഇവിടെ ചൂടായി വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെർമിസെല്ലി ഇട്ട് കൊടുത്തിട്ട് കൂടിക്കിടക്കാത്ത രീതിയിൽ നമുക്കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കാം. ഇവിടെ തിളച്ച് വരുന്നുണ്ട്. ഒരുപാടൊന്നും വേവണ്ട, കുറച്ച് വേവ് മതി, അല്ലെങ്കിൽ ശരിയാവത്തില്ല. അതാണ് ഈ പരിപാടിന് വേണ്ടുള്ളത്. നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതേപോലത്തെ ഡ്രൈനർ എടുത്തിട്ട് ആ വേവിച്ച സാധനം ഇട്ട് കൊടുക്കുക ഇതിലേക്ക്. എന്നിട്ട് നല്ല ഡ്രൈ ചെയ്തെടുക്കണം. നമ്മളത് വേവിച്ച പാൻ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഒഴിച്ചെടുക്കാം, ഒരു പ്രശ്നവും ഇല്ല. നമുക്കിതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. 2 മീഡിയം സൈസ് സവാള. ഈ സവാള നമുക്കൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം. ഓണിയൻ ഇവിടെ സോഫ്റ്റായി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. യെല്ലോ ക്യാപ്സിക്കം, ഗ്രീൻ ക്യാപ്സിക്കം, നിങ്ങൾക്ക് അഥവാ ക്യാപ്സിക്കം ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഗ്രീൻ ചില്ലി ഇട്ട് കൊടുക്കാം. ഞാൻ യെല്ലോ ക്യാപ്സിക്കം, ഗ്രീൻ ക്യാപ്സിക്കം ഹാഫാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് പച്ചമുളക് യൂസ് ചെയ്യാം. വെജിറ്റബിൾസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് യൂസ് ചെയ്യാം. ഞാൻ ഇതിൽ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല മിക്സ് ചെയ്യുവാണ്. നമുക്ക് ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി ഇട്ടിട്ട് നല്ല വഴറ്റിയെടുക്കണം. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളകും പൊടിയും കൂടി ഇട്ട് നല്ല മിക്സ് ചെയ്യാം. എരിവൊക്കെ എല്ലാവരും ഇഷ്ടം അനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഞാൻ ഇപ്പോൾ എല്ലില്ലാത്ത ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലുള്ളത് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് അഥവാ ചിക്കൻ ഇല്ലെങ്കിൽ കുഴപ്പമില്ല. 3 മുട്ട ഉടച്ചിട്ടിട്ട് നല്ല മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ചിക്കൻ വേവാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന കണക്ക് മുട്ട ഇടുമ്പോൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ്, നല്ല ടേസ്റ്റാണ്. ചിക്കൻ ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഇത് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. 6 മിനിറ്റിന് ശേഷം നമ്മളെ ചിക്കൻ എല്ലാം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ ഇപ്പം തീ ചെറുതായിട്ടൊന്ന് കൂട്ടി വെച്ചിട്ടുണ്ട്. ചിക്കൻ ഇത്തിരി കൂടെ ഫ്രൈ ആവാനായിട്ടാണ്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കെച്ചപ്പ് ഒഴിച്ച് കൊടുക്കാം. കെച്ചപ്പ് ഇല്ലാത്തവരാണെങ്കിൽ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട. നമ്മൾ ആദ്യമേ വെജിറ്റബിൾസ് ഇട്ട് വഴറ്റേണ്ട സമയത്ത് ഈ തക്കാളിയും കൂടി ഇട്ട് വഴറ്റിയാൽ മതി. കെച്ചപ്പ് നിങ്ങൾ അളവിന് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മളിവിടെ എല്ലാം വഴറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രെയിൻ ചെയ്ത് വെച്ച വെർമിസെല്ലി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളെല്ലാം ഇവിടെ നല്ല മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ചെറുതായിട്ട് ടൊമാറ്റോ കെച്ചപ്പ് മേലിട്ടിട്ട് അടച്ച് വെച്ച് വളരെ ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് വയ്ക്കാം. ഇതാ ഞാനിവിടെ 5 മിനിറ്റിന് ശേഷം തുറന്നിട്ടുണ്ട്. എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെട്ടു. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട്.
നൂഡിൽസൊക്കെ തിന്നാൻ പോകുമ്പോൾ നമുക്ക് ഈ വെർമിസെല്ലി മേടിച്ച് ജസ്റ്റ് ഉണ്ടാക്കിയാൽ മതി. അപ്പം നമുക്ക് ഹെൽത്തിനൊന്നും ഒരു കുഴപ്പം ഉണ്ടാകത്തില്ല. വളരെ ടേസ്റ്റിയാണ്. പറയുമ്പോൾ ഇതെല്ലാം വേർവിട്ട് വരും. റെസിപ്പി നിങ്ങളെല്ലാം തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്ന പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുകൂടാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇൻഷാല്ലാ ഇനി കുഞ്ഞു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. എല്ലാവരും സേഫായിട്ടിരിക്കുക. ടേക്ക് കെയർ. ബൈ ബൈ. അസ്സലാമു അലൈക്കും. ലവ് യു ഓൾ.